കൊച്ചിയിൽ ഈ കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പക്ഷേ താറ് സർവീസിന് കൊടുത്തേക്കുന്നത് നമ്മൾ ഫ്രണ്ടിൻ്റെ BM-ലാണ് പോയത്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൊണ്ടാണ് ട്രിപ്പ് പോയത്. അങ്ങനെ നമ്മൾ രാവിലെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങി ഒരു 9:30 10 ആയപ്പോഴത്തേക്ക് നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. അത്ര വലിയ തണുപ്പല്ലെങ്കിൽ മൂന്നാർ കഴിഞ്ഞ് നമ്മൾ മറയൂർ റൂട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം ക്ലൈമറ്റ് മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തണുപ്പൊക്കെ അടിച്ചു തുടങ്ങി. മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ ആ റൂട്ടിലെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അത് അത്യാവശ്യം നല്ല വൈബ് തരുന്നത് തന്നെയായിരുന്നു. അങ്ങനെ മൂന്നാറിൽ നിന്നൊരു 7 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു കടയുണ്ട്. അവിടെ നിന്ന് ഒരു നല്ലൊരു അടിപൊളി ചായയും പിന്നെ ഒരു ബ്രെഡ് ഓംപ്ലേറ്റും കഴിച്ചു. ഇവിടുത്തെ ഈ ചായയും ബ്രെഡ് ഓംപ്ലേറ്റും അത് വേറെ ലെവൽ സാധനമാണ്. അവിടെ നിന്നപ്പോൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നു. നമുക്കത് മൂന്നാർക്ക് പോയിട്ട് അവിടുന്ന് ദേവികുളവും ഗ്യാപ്പ് റോഡൊക്കെ ഒന്ന് കറങ്ങിയാലോ എന്ന് നേരെ അങ്ങോട്ട് പോയി. ഗ്യാപ്പ് റോഡിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആംബിയൻസ് അടിപൊളി തന്നെയാണ്. ആ ഒരു കറക്റ്റ് ലൈറ്റിലും കറക്റ്റ് ഒരു ക്ലൈമറ്റിലുമാണ് നമ്മൾ പോയത്. അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്നൊരു ക്ലീശ ചോദ്യമാണ്, മൂന്നാർ മാത്രമുള്ള നിങ്ങൾക്ക് ട്രിപ്പ് പോകാമെന്ന്. പക്ഷേ എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് മൂന്നാർ. അങ്ങനെ നമ്മൾ ദേവികുളം ഗ്യാപ്പ് റോഡിലൊക്കെ ഒന്ന് വണ്ടിയുടെ ഷോർട്സ് കുറച്ചെടുത്തു. അവിടെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചെറിയ കട കണ്ടു. നല്ല മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും എടുത്ത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. കാരണം നമുക്ക് വൈകിട്ട് താറ് തിരിച്ച് ഷോറൂമിൽ നിന്ന് എടുക്കണം. നൈറ്റായാലും കുഴപ്പമില്ല. എന്നാലും നമ്മളൊരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളപ്പം ഇറങ്ങാമെന്ന് വിചാരിച്ചു തിരിച്ച് കൊച്ചിക്ക്. ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് എടുത്തൊരു യാത്രയായിട്ട് പോലും അത്യാവശ്യം നല്ലൊരു യാത്രയായിരുന്നു. ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ള അടിപൊളി യാത്ര. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഫോളോ ഫോർ മോർ.